എല്ലാവർക്കും ഭവിൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊന്ന് മീൻ വറുത്താലോ. അതായത് നമ്മുടെ മത്തി ചാള അത് വറക്കുകയാണേ. അപ്പോൾ അത് വളരെ പെട്ടെന്ന് വറക്കുന്ന ഒരു രീതിയാണ്, ഒത്തിരി ടെൻഷനൊന്നുമില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള, അതായത് ഇവിടെ ഞാനിവിടെ ഒരു 2.5 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. 2.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചത്, അത് ഞാൻ ഇച്ചിരി അധികം ചേർക്കുന്നുണ്ട്, ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. നാരങ്ങ നീര് ഒരു 1/2 നാരങ്ങയുടെ നീര് അതിൻ്റെ കുരു ഒന്ന് കളഞ്ഞ ശേഷം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അത് ഒരു നല്ല പോലെ ഒന്ന് മൊത്തത്തിൽ എല്ലായിടത്തും പറ്റത്തക്ക വിധത്തിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ കൈ കൊണ്ടോ ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മീനിനുള്ള മസാലക്കൂട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ശേഷം മീൻ അതിൻ്റെ ചുറ്റിനൊന്ന് വരഞ്ഞിട്ടാകട്ടോ, അത് മൊത്തത്തിലല്ല, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ട് വരയുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരഞ്ഞ ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് എല്ലാ സ്ഥലത്തും അതിൻ്റെ ആ മസാല പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് നല്ല പോലെ ഒന്ന് എല്ലാ സ്ഥലത്തും മസാല ഒന്ന് ഞാനിവിടെ കൈ കൊണ്ടാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ അത് മൊത്തത്തിലൊന്ന് എല്ലാ സ്ഥലത്തും വരുന്ന പോലെ ഒന്ന് തേച്ച് ഒന്ന് മിക്സാക്കി വയ്ക്കുക. അപ്പോൾ ഇത് മിക്സാക്കി വെച്ചിട്ട് അത് ഒരു ഒത്തിരി നേരം ഒന്നും വയ്ക്കണമെന്നില്ല, അത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ, ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ വെച്ച് നല്ലപോലെ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇരിക്കുമ്പോൾ കുറച്ച് ഫ്ലെയിം കൂടി തന്നെ ഇരിക്കണം കേട്ടോ, അതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ സഡനായിട്ട് അതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ അതിന് ശേഷം വേണമെങ്കിൽ അതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് മൊത്തത്തിലൊന്ന് നല്ലൊരു മാറിക്കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും കുറച്ചും കൂടെ കൂടി കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു വശം വറന്നു കഴിഞ്ഞു, ഇനി അത് തിരിച്ചിടാം. നല്ല ക്രിസ്പി ആയി കഴിഞ്ഞു, കാണാനൊക്കെ നല്ല അടിപൊളിയായി. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് ഒത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട, ഒരു 2-3 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. അതും അവിടെ ആ മറിച്ചിട്ടപ്പോഴും ഞാൻ തീ ഒന്ന് കൂട്ടി കൊടുത്ത് പിന്നെ ഒന്ന് തീ കുറച്ചിട്ട് അവിടെ ഇങ്ങനെ ഒരു 2-3 മിനിറ്റത്തേക്ക് വെച്ചിരുന്നു. അപ്പോൾ ഒത്തിരി താമസിക്കേണ്ട, നമ്മുടെ മീൻ വറുത്തത് അപ്പം തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ റെഡിയായ ശേഷം ഒരു തീ ഒന്ന് കുറച്ച് കൂട്ടിയിട്ട് അതൊന്ന് ഞാൻ എടുത്തു. അപ്പോഴത്തേക്ക് അതിലൊട്ടും എണ്ണ പിടിക്കില്ല, നല്ല ക്രിസ്പി ആയി കഴിഞ്ഞു, അത് നല്ല സ്മൂത്തുമാണ്. അപ്പോൾ അങ്ങനെ എടുത്ത ശേഷം നമ്മുടെ രണ്ടാമത്തെ ഒരു സെക്ഷൻ കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ഞാൻ തീർക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് കൂടുതലിട്ടു. അപ്പോൾ അതും നമുക്ക് പെട്ടെന്ന് തീ കൂട്ടിയിടുക. അത് കഴിഞ്ഞ് തീ കുറച്ചിടുക, ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി, എന്നിട്ട് തിരിച്ചിടുക. അപ്പോൾ ഇത് ടപ്പയെന്ന് പറഞ്ഞുകൊണ്ട് അത് റെഡിയായി കിട്ടി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമ്മുടെ ചോറിനും പിന്നെന്താ കപ്പയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി മീൻ വറുത്തത്. നല്ല ടേസ്റ്റിയാണ്. പിള്ളേരൊക്കെ ഇരുന്ന് നല്ലപോലെ കറുപുറ എന്ന് പറഞ്ഞ് കടിച്ചോളും. കാരണം ഈ മത്തിയാന്ന് വിചാരിച്ച് മുള്ളിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുവാണെങ്കിൽ. അപ്പോൾ നല്ലൊരു അടിപൊളി മീൻ വറുത്തത് റെഡിയാണ്. അപ്പോൾ ഇനി മത്തിയൊക്കെ കിട്ടുമ്പോൾ ഇതിങ്ങനെ പെട്ടെന്നൊന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.